പഞ്ചാബിൽ വെള്ളത്തെ ചൊല്ലി തർക്കം, വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. പഞ്ചാബിലെ ഗുരുദാസ്പൂരിലാണ് സംഭവം. സിബി ജോസഫ് ചേരുന്നു. സിബി, എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? അജിംഷദ്, പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നാണ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത ലഭിക്കുന്നത്. അതായത് വെള്ളത്തിന്റെ പേരിൽ ഇരു ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കമുണ്ടാകുകയും പിന്നീട് അത് വെടിവയ്പിൽ കലാശിക്കുകയുമായിരുന്നു. ആ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. 7 പേർക്ക് പരിക്കേറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇരു വിഭാഗങ്ങൾ തമ്മിൽ നേരത്തെയും ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കൃഷിഭൂമിയിലേക്ക് വെള്ളം കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ തർക്കമുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെയോടെ ആ തർക്കം മൂർച്ഛിക്കുകയും പിന്നീട് വെടി ഉതിർക്കുകയുമായിരുന്നു. തൊട്ടടുത്തുള്ള കാറിൽ വെടിയേറ്റ ദൃശ്യങ്ങളടക്കമല്ലാതെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ കാറിന് നേരെ 60 റൗണ്ട് വെടിവെച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 13ഓളം പേർ ഇരു ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ഈ ഒരു വെടിവയ്പ് നടത്തിയത്. എന്തായാലും കാറിൽ അകത്തുണ്ടായിരുന്നവരാണ് മരിച്ചവരിൽ 4 പേരെന്നും പോലീസ് പറയുന്നു. ഗുരുദാസ്പൂരിലെ ബട്ടാലിയിലെ വിദ്വാൻ ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം. ഇതിൽ ഈ സംഭവത്തിൽ പ്രതികളെല്ലാം തന്നെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം എന്നതിനപ്പുറത്തേക്ക് ജലക്ഷാമവും ഒന്നുമായി ബന്ധപ്പെട്ട് പറയാനാകില്ല അല്ലേ? ഇതിന് ജലക്ഷാമം എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം ഈ വെള്ളം തിരിച്ച് കൃഷിഭൂമിയിലേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. അത് നേരത്തെ തന്നെ ഇവർ തമ്മിൽ ഈ ഒരു തർക്കം ഉണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ പല തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ അത് ഒരു വെടിവയ്പിൽ കലാശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു സംഭവം. പക്ഷെ എന്തായാലും ഇപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ വെടിവയ്പില്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നും പോലീസ് പറയുന്നു. എന്തായാലും പ്രതികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 60 തവണ വെടിയേറ്റു എന്ന് പറയുന്ന ആ കാറിന്റെ ദൃശ്യങ്ങളും കാറിലെ ഉതിർത്ത ദൃശ്യങ്ങളെല്ലാം തന്നെ സഹിതം ഇപ്പോൾ എക്സിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അജിംഷദ്, ശരി. സിബി ജോസഫാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.